പറഞ്ഞോ എത്ര സമയം? ഇപ്പൊ സമയം കൃത്യം 4:20. നമ്മളെല്ലാരും റെഡി നമ്മൾ വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. പക്ഷെ ഇതൊക്കെ ഒരു ആവശ്യമില്ലാണ്ട് അത്ര ഭംഗിയെ വന്നു. ഇപ്പൊ കാറ് കയറി ഉടനെ കടന്നുറങ്ങാളതാണെന്ന് ആലോചിക്കുമ്പോ ചെറിയൊരു സങ്കടം. It's literally 4:20 AM right now. We woke up at 3:20, so it's been 1 hour since we woke up and we're all beautiful right now. ഹലോ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളൊരു ട്രാവൽ വ്ളോഗാണ്. എന്നാൽ ഒരു കാത്തിരുന്ന യാത്ര അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഇത് പെട്ടെന്ന് അങ്ങോട്ട് തീരുമാനിച്ചിട്ടുള്ള ഒരു ട്രിപ്പാണ്. അപ്പോൾ നമ്മൾ ഒരു ട്രിപ്പ് അങ്ങോട്ട് തീരുമാനിച്ചു. പെട്ടെന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്നായിരുന്നു. ഒരു ദിവസം രാത്രി പെട്ടെന്ന് അച്ഛൻ വന്നിട്ട് പറയാം, നാളെ രാവിലെ നമുക്ക് ഒരു സ്ഥലത്ത് അങ്ങോട്ട് പോവാം. അപ്പോൾ എങ്ങോട്ടാന്ന് ചോദിച്ചാൽ അപ്പോൾ മൈസൂർക്ക് ട്രിപ്പ് പോവാം, പിന്നെ തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ ഊട്ടിയിലും പോവാം എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് രാത്രി അങ്ങോട്ട് തീരുമാനിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ പോകാമെന്ന് പറഞ്ഞിട്ട് കേൾക്കേണ്ട താമസം ഞങ്ങളെല്ലാവരും പെട്ടെന്ന് തന്നെ ബാഗ് പാക്ക് ചെയ്ത് അങ്ങനെ പെട്ടെന്ന് തീരുമാനിച്ചുള്ള ട്രിപ്പാണ്. അപ്പോൾ സ്കൂളൊക്കെ പൂട്ടിയപ്പോൾ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകണം എന്നൊക്കെ ഉള്ളത് നമ്മളെല്ലാവരും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. പക്ഷേ സൈത്തേട്ടൻ വന്നതിന് ശേഷമേ നടക്കുള്ളൂ എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും ഇപ്പോൾ അച്ഛൻ ഇങ്ങനെയായിട്ട് പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ഒന്നും നോക്കിയില്ല, നമ്മളെല്ലാവരും കൂടെ വേഗം ബാഗൊക്കെ പാക്ക് ചെയ്ത് കാറിൽ കയറിയിരുന്നു. അത് നമുക്ക് അത്രയാണല്ലോ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ രാവിലെ 4:30 ആകുമ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ട്രിപ്പൊക്കെ പോവുകയാണെന്ന് പറയുന്ന സമയത്ത് മക്കൾ എന്തായാലും രാവിലെ നേരത്തെ എണീക്കും. ബാക്കിയുള്ള ദിവസങ്ങളിൽ എന്ത് പറഞ്ഞാലും എണീക്കാത്ത ആൾക്കാരാണ്. പക്ഷെ ഇത് ട്രിപ്പാവുന്ന കാര്യം കൊണ്ട് നേരത്തെ 3-3:30 ആകുമ്പോൾ തന്നെ എണീറ്റ് ഫുൾ എല്ലാവരും റെഡിയായി സെറ്റായി നമ്മളിതാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മൈസൂർ ഊട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കാട്ടിലൂടെ ചുരമൊക്കെ കയറി വേണം അങ്ങോട്ടേക്ക് എത്താൻ എന്നുള്ളത് പോയിട്ടുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ അല്ലേ. അപ്പോൾ ചുരം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക, അതും രാവിലെ എന്ന് പറഞ്ഞാൽ വലിയ ഒരു രസമൊന്നും കാണില്ല. കാരണം പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല രസമാണ്, പക്ഷേ നമ്മൾ അതിൻ്റെ ഉള്ളിലിരുന്നിട്ടുള്ള നമ്മളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വലിയ രസം ഉണ്ടാവില്ല. കാരണം പ്രത്യേകിച്ച് രാവിലത്തെ ആ ഒരു ടൈം ആവുന്നതുകൊണ്ട്. പാറുകുട്ടിയെ എങ്ങനെ ഉണ്ടായിരുന്നു ചുരം? ടൂർ എങ്ങനെ ഉണ്ടായിരുന്ന ചുരം എന്ന് വെച്ചപ്പോ നാരങ്ങ ഉയർത്തി കാണിക്കുന്നുണ്ടോ? മറ്റാൾക്ക് പിന്നെ ഒരു ബോധമില്ല. അയ്യോടാ, അങ്ങനെ നമ്മൾ ഗൂഡല്ലൂർ ടൗണിലെത്തിയിട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ വീട്ടിൽ നിന്ന് പോരുന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. ഒരുപാട് നേരത്തെ പോകുന്നതല്ലേ, പ്രത്യേകിച്ച് യാത്രയ്ക്കൊക്കെ ഇറങ്ങുമ്പോൾ ആ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും തീരെ വയ്യാണ്ടാകും. അപ്പോൾ നമ്മളത് കാരണം കൊണ്ട് ഇവിടെ എത്തിയിട്ട് കഴിക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഗൂഡല്ലൂർ എത്തിയ സമയത്ത് നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. നല്ല ഗീ റോസ്റ്റും ഒക്കെ ആയിട്ട് നമ്മൾ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇനി അവിടുന്ന് അങ്ങോട്ട് തുടർന്ന് യാത്ര. എന്തൊക്കെയുണ്ട് നല്ലപോലെ വിശന്ന് തുടങ്ങിയിരുന്നു കേട്ടോ നമുക്ക്. അപ്പോൾ എന്തായാലും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും നല്ലൊരു എനർജിയൊക്കെ വന്നു. അപ്പോൾ ഇനി നമ്മൾ വീണ്ടും യാത്ര തുടരാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ കൂടെ എല്ലാവരും അങ്ങോട്ട് പോവാം. നമുക്ക് യാത്രയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. ആ ദൂരെ കാണുന്ന കുന്നുകളായിരിക്കും നീലഗിരി. നീലഗിരി എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു പാട്ടറിയോ? അയ്യേ, ഞാൻ കറക്റ്റ് ആണോ പാടുന്നത്? ഞാൻ വിചാരിച്ചു സത്യമായിട്ട് നിനക്കതറിയോന്ന് വിചാരിച്ചു. അങ്ങനല്ല, നീലഗിരിയുടെ അങ്ങനെ ഒരു പാട്ടുണ്ട്. പാട്ട് വേണം. ഓ, ആ പൂക്കൾ നോക്ക്.
നമ്മളിങ്ങനെ കാട്ടിൽ കൂടെയാണല്ലോ പോകുന്നത്. അപ്പോൾ പോകുന്ന സമയത്ത് തന്നെ നമുക്കിങ്ങനെ റോഡിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് നിറയെ മാൻകൂട്ടങ്ങൾ, അതുപോലെ മയിൽ, കുറേ കുരങ്ങന്മാർ, അതുപോലെ ആനേനെയൊക്കെ നമുക്ക് ഇടയ്ക്കൊക്കെ കാണാം അങ്ങനെ കാട്ടിൽ കൂടെ വരുന്നത്. ഏറ്റവും കൂടുതൽ കാണുന്നത് മാൻകൂട്ടങ്ങളാണ്. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് എത്തുന്ന സമയത്താകുമ്പോഴേക്കും നമ്മൾ ഒരുപാട് മാൻകൂട്ടങ്ങൾ കാണും. അവിടെ ആ കാണുന്നത് മൊത്തം മാനുകളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പുറത്തേക്ക് ഇങ്ങനെ നോക്കിയിരുന്നാൽ തന്നെ സമയം പോകാൻ വേറെ ഒന്നും വേണ്ട. നിറയെ മാൻകൂട്ടങ്ങളെ നമുക്ക് ഇങ്ങനെ കാണാം. കുട്ടികളാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും നന്നായി എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരിങ്ങനെ ബാക്കിലിരുന്ന് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പാട്ടൊക്കെ എനിക്ക് കേൾപ്പിക്കണം എന്നൊക്കെയുണ്ട്, കാരണം അത് കേൾക്കുമ്പോഴല്ലേ അതിൻ്റെ ഒരു രസം. പക്ഷേ എന്ത് ചെയ്യാൻ, നമുക്ക് കോപ്പിറൈറ്റ് ഉണ്ടല്ലോ, ആ കാരണം കൊണ്ട് അത് കേൾപ്പിക്കാൻ നിർത്തില്ല. എനിവേ എന്തായാലും അവർ എൻജോയ് ചെയ്യുന്നുണ്ട്, അത് കൂടെ നമ്മൾ നല്ലപോലെ എൻജോയ് ചെയ്തുകൊണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. കുറേ ആനകൾ, അത് വളർത്തുന്ന സ്ഥലമാണ്, വളർത്തിയിട്ട് ഇവിടുന്ന് പഠിപ്പിക്കുന്ന ഏരിയ ആണ്. ആനയെ വളർത്തുന്ന സ്ഥലം. കാട്ടിന്ന് പിടിച്ചിട്ട് ഇവിടെ അങ്ങനെ അതെ. എന്നിട്ട് അവരൊക്കെ പഠിപ്പിച്ച് വല്ല ആൾക്കാരും വന്നിട്ട് അങ്ങോട്ടൊക്കെ പോവ് കൊന്ന. ഓ നമ്മ എന്ത് രസാ. അച്ചോടാ കുട്ടീനെ നോക്കി എടുത്തിട്ട് ഒരു ചെറുത്ത് ഇതെന്താ രണ്ട് സൈഡും ഈ മൃഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടിട്ടേ വെട്ടി വെളിച്ചത്താക്കിയതാണ്. ഇതാണ് കേട്ടോ പോകുന്ന വഴിക്ക് ഒരു രക്ഷയില്ലാത്ത കാഴ്ച. എൻ്റെ ദൈവമേ, അതിൻ്റെ ഒരു ഭംഗി പറഞ്ഞാൽ തീരില്ല. പാട്ട് വെച്ചിട്ടുണ്ട്, ആ കാരണം കൊണ്ടാണ് നമ്മളുടെയൊക്കെ വോയിസ് അതിൽ നല്ലപോലെ കേൾക്കുന്നുണ്ട്. പക്ഷേ പാട്ടുള്ള കാരണം കൊണ്ടാണ് ഞാനത് കാണിക്കാത്തത്. എന്ത് ഭംഗിയറിയോ, ഗുൽമോഹർ പൂക്കൾ, നമ്മൾ മെയ് ഫ്ലവർ, അലരി എന്നൊക്കെ പറയുന്ന പൂക്കൾ എന്ത് രസമാണെന്നറിയോ. അത് ഊട്ടി റോഡിലാണ് കേട്ടോ നിൽക്കുന്നത്. നമ്മളിപ്പോൾ മൈസൂർക്കല്ലേ പോകുന്നത്, അപ്പോൾ അത് കാരണം കൊണ്ട് ദൂരെ നിന്നാണ് ആ വീഡിയോ കിട്ടിയിട്ടുള്ളൂ. ഇനി നമ്മൾ അടുത്ത വീഡിയോ വരുന്ന സമയത്ത് നേരിട്ട് ശരിക്കും കാണാതെ കേട്ടോ. അടിയിലൊന്നുമില്ല, മുള്ളുമില്ല, ഇല ഇല്ല അധികം മരത്തിൻ്റെ മുകളിൽ. ഭയങ്കര രസമുള്ളൊരു ഉണ്ട്. പക്ഷെ നമ്മൾക്ക് നമ്മൾ ഈ കാണുന്ന നമ്മുടെ കണ്ണിൽ കാണുന്ന ഭംഗി നമുക്ക് ഇങ്ങോട്ട് ക്യാമറയിൽ ഇങ്ങോട്ട് കിട്ടില്ല. ഇതെന്ത് രസം ശരിക്കും കാണുമ്പോൾ. പിന്നെ അതെ, അത്രയുടെ കിട്ടില്ല. കൊന്നപ്പൂ കണ്ട, കൊന്ന ഇവിടെ ചോദിക്കുക എന്താ ഇവിടെ ചെക്കിങ്. ആ ശരി. ഒരു സ്പെഷ്യൽ മരല്ലേ ഈ ചില്ലകൾ. അതിന്റെ നോക്കൂ, ഇങ്ങനെ പിരിപിരി. മൈസൂർ 2 കിലോമീറ്റർ. അങ്ങനെ നമ്മൾ കാട്ടിലൂടെയും ചുരത്തിലൂടെയൊക്കെ ഉള്ള നല്ല രസകരമായ യാത്രയിൽ കഴിഞ്ഞിട്ട് ഇതാ മൈസൂർ എത്തിയിരിക്കുകയാണ് കേട്ടോ. മൈസൂർ എത്തിക്കഴിഞ്ഞാൽ അതാ നമ്മൾ കാണുന്നത് അവിടുത്തെ ഏറ്റവും അടിപൊളിയായിട്ട് നമ്മൾക്ക് എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്നത് മൈസൂർ പാലസ് ആയിരിക്കും അല്ലേ. പക്ഷേ ഇന്ന് നമ്മൾ പോകുന്നത് പാലസിലേക്കല്ല, പക്ഷേ ഈ ഒരു ഗേറ്റിൽ കൂടെയാണ് നമ്മളിങ്ങനെ പല സ്ഥലത്തേക്കും പോകുക. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ആ ഗേറ്റ് കണ്ട സമയത്ത് ഞാൻ ജസ്റ്റ് കുഞ്ഞതായിട്ടൊരു വീഡിയോ എടുത്തുന്നുള്ളൂ കേട്ടോ. ഇതിൽ കൂടെ നമ്മളിങ്ങനെ പലവട്ടം ഇനി പോയിക്കൊണ്ടിരിക്കും. ഈ മക്കള് കിടന്നുറങ്ങണ. ഹലോ പാറു, പ്രതു, നമ്മൾ മൈസൂർ എത്തി, എണീക്കൂ. ഹലോ ഉയ് ഉയ് രണ്ടെണ്ണത്തിൽ എന്തൊക്കെയോ ബാംഗ്ലൂർ ഡേയ്സ്. ടൗണിൽ വരുന്ന മാറ്റങ്ങളാണ്, തിരക്കിനനുസരിച്ച് മാറ്റം വരും റോഡിന്. അങ്ങനെയാണ്. ഇതുണ്ടോ രാജാവിനെ കണ്ടോ? ഇതാണോ രാജാവിന്റെ കൊട്ടാരം? ആൾക്കാർക്കെല്ലാം ആന്ധ്ര
ഇങ്ങനെയുള്ള സ്ഥലത്തുള്ള ആൾക്കാർക്കും ഇവർക്കൊക്കെ തന്നെ. മദ്രാസിൽ പോയി കഴിഞ്ഞാൽ സ്വീറ്റ് കൂടുതൽ ഈ നമുക്കിട്ടാൽ ഈ അപ്പം നല്ല ഉച്ച സമയത്താണ് നമ്മളവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മളെല്ലാവരും ഗ്ലാസ്സൊക്കെ വെച്ച് ഇറങ്ങാൻ വേണ്ടി ഇങ്ങനെ റെഡിയായി ഇരിക്കുകയാണ്. അതിൻ്റെ ഒരു ഷോ ആണ്. ഇനി അച്ഛൻ്റെ പല 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 കോമഡികളും കേൾക്കാം. ആരും ഒന്നും വിചാരിക്കില്ല കേട്ടോ. അല്ല ഇയാളുടെ തലയിൽ പക്ഷി പറവനുണ്ടാ ആ രാജാവിന്റെ ഇത് വണ്ടി രാജാവിന്റെ തലയിൽ 2 പക്ഷികളുടെ ഒറിജിനലാണ്. അങ്ങടാവൂല്ലേ ഇതിനുള്ളിലേക്ക് നമുക്ക് ഫോണൊക്കെ കേൾപ്പിച്ചൂടെ? പാർക്കിംഗ് ടൈഗർ ഉണ്ടോ അറിയില്ല. പാർക്ക് ചെയ്തെങ്കിൽ വരൂ. വന്നതിന് ശേഷം ഞങ്ങൾ അങ്ങോട്ട് പോകും. അങ്ങനെ നമ്മളിതാ മൈസൂർ സൂവിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് നടക്കാനുണ്ട്, ഒരുപാട് കാഴ്ചകളുണ്ട്. അപ്പോൾ ഇനി നമ്മൾ സൂവിലത്തെ കാഴ്ചകളാണ്. റോസി ഫേസ് ലവ് ബേർഡ് അതാണ്. ആവു അങ്ങോട്ട് നോക്കൂ, അതിന്റെ ഉള്ളിക്ക് നോക്കൂ കിളികളേനെ. വീഡിയോ ആണ് എടുക്കണ്. വെള്ളമയില് ആയി അതിന്റെ പീലി നോക്കൂ, പീലി നോക്കൂ, പീലി നോക്കൂ വെള്ളമയിലിന്റെ. എന്ത് രസമല്ല, അതിൻ്റെ ആ പീലിയാണ് എനിക്ക് വെള്ളം മയിലായിട്ട് ദൂരെ കാണുന്നത്. ഇത് നമ്മളെ സാധാ മയില്. ഡക്കന്നെയാണ്. അതിനെ മണ്ണിൻ്റെ ഉള്ളിൽ കൂടെ കാണാൻ തന്നെ ഇല്ല. ഓ ആ നിക്കണ സംഭവം എൻ്റെ അമ്മോ എന്ത് വലുതാ, വലിയൊരു സാധനം. അയ്യോ നീ ഉണ്ടോ വേറെ ഉണ്ടോ അതില്? ആ അവിടെ അതായിരിക്കണം. അതാ ആ ബേർഡ്സ് ആണ്, ബേർഡ്സ്. വാവ് നല്ല ഭംഗിയുണ്ടല്ലേ. നാടൻ കോഴിയോ? കോഴീനെ കാണാൻ നമ്മളിങ്ങോട്ട് വന്ന്. അത് നാടൻ കോഴിയൊന്നല്ല, അതാണ് ഗ്രേ ജംഗിൾ ഫൗൾ. ആ അതന്നെ അതന്നെ. ആ ഇതിന്റെ സൗണ്ട്. ആ ഇതേ പോകുന്നു. സ്കാർലറ്റ്, ബംഗാൾ ടൈഗർ അതിൻ്റെ ഉള്ളിലുണ്ടാവും. യെസ് ബംഗാൾ ടൈഗർ. അവിടെ കിടന്നുറങ്ങുന്നുണ്ടോ? കിടക്കുന്ന 2 എണ്ണം. ഇങ്ങടം തിരിഞ്ഞിരുന്നെങ്കിൽ ചൂടായിട്ട് കിടക്കുകയാണ്.
ತಿರ್ಬೇಕು ಅಂದ್ರೆ ಹೋಗ್ತಿರ್ಬೇಕು. അതാണ് റോയൽ ബംഗാൾ ടൈഗർ. അതിന്റെ ഡേറ്റ് ഓഫ് ബർത്ത്. അതിനങ്ങനെ കാണാനില്ല. അത് തിരിയണില്ല, എന്തോ വലുതല്ലേ. ഓ അതാ തിരിഞ്ഞു. അമ്പോ വെള്ളത്തിൽ നിന്ന് ഇങ്ങോട്ട് ഇതാവണ സ്ഥലത്ത് ഓരോടെ എണീറ്റു അതവിടെ അത്രയും ഇരിക്കുന്നുണ്ടാണ് നമ്മൾ കാണാത്തത്. മെജസ്റ്റിക് Oh my god, cool mummy. Cool mummy. Is that a gorilla? Yeah. ഇതൊക്കെ ഞാൻ തരാം ഇങ്ങനെ കിട്ടിയിട്ടൊക്കെ ഉണ്ട്. ആ അത് മതിയല്ലോ, പിന്നെ ചോട്ടിലല്ലേ ഞങ്ങള് വീട്ടിൽ ഞങ്ങളെവിടെ. ഇതിപ്പോ ഞാൻ വീഡിയോ എടുക്കല്ലേ, അല്ല ഞങ്ങള് കാണിച്ചു തരാം. ആ ഒരു കൂളിംഗ് അത് കാടിന്റെ ഒരു ഫീല് നമ്മളേനും കൂടെ ഒന്ന് നനച്ചു തരുന്നില്ലേ. ഓ ഭയങ്കര പാറു പറഞ്ഞ പോലെ എങ്ങോട്ട് വന്നു. പാറു മഴ ഗോറില്ല അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. ദൈവത്തിന് അറിയാൻ കാണുന്നുണ്ടോന്നൊക്കെ. ചുവന്നും പാറും പോയിന്നവിടെ. അങ്ങോട്ട് വെള്ളം തരാം. പോയി അതിന് കടന്നുറങ്ങാനുള്ള ഊഞ്ഞാലും ഒക്കെ. ആ കിടക്കണ ഗോറില്ല ഇരിക്കുന്ന ഒരാളവിടെ. വെച്ചിരിക്കണത് അല്ലേ ഈ സാധനം, ഈ മരത്തിൻ്റെ ഇവിടെ എന്താ നിക്കണത് ആരൊക്കെയാ? സുധീർ, വിദേശി, പ്രാച്ചി, ലസ്യ. പക്ഷെ ഇനി ഉണ്ടല്ലോ ഒരാള്, അയാളുടെ പേര് എവിടെ? ഇത് ഇവരൊക്കെ കണ്ടുപിടിച്ച ആൾക്കാരുടെ പേരാ. പിന്നെ ഇതിന് 2012, 2018 എന്നൊക്കെ അതൊക്കെ ഇവര് ഇങ്ങോട്ട് കൊണ്ടുവന്ന ആളുടെ. ഞാൻ വിചാരിച്ചു ഇവരുടെ പേരാണ് ഈശ്വര. ഓറങ്കുട്ടൻ
രണ്ടെണ്ണം ഉണ്ട്. ഭയങ്കര വലുതാണ് ആ താഴെയുള്ള സംഭവങ്ങളുണ്ട്. ഊഞ്ഞാല്, ഇത് നമ്മളെ നാട്ടിലത്തെ കുറുക്കനാണ്. കുറുക്കൻ യാ. ഓ അച്ഛന് പോസുകൾ പറഞ്ഞെടുക്കുന്ന അമ്മ നിർത്തി ഫോട്ടോ എടുത്തിരിക്കുന്നുണ്ടോ? അയ്യോ എന്താ പോസ്. ഒരു കൂട്ടം മാനുകൾ വരുന്ന വഴിക്ക് കണ്ട മുഴുവനും തന്നെ അതുകൂടെ ധാരാളം ഉണ്ടല്ലോ. അതുകൊണ്ട് ധാരാളം പിടിച്ചെടുത്ത് വേണം. ഇത് സൂപ്പർ. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അമ്മ എവിടെ? ആ അമ്മാച്ചനെ കാണട്ടെ. നിങ്ങൾ മുമ്പ് കയറാൻ Come on, come on. ഏത് ഏത് ഇതാ അവിടെ ഇത് കാട്ടുപോട്ടെ കണ്ടിട്ട് ആനയിട്ട് തോന്നുന്നുണ്ടോ അവിടെ? ഓക്കെ വെള്ളം വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് പാല് വല്ലാണ്ട് പേരാണ് അതന്നെ പാല് മണിക്കണ്ടൻ്റെ പാല് ഇവിടെ എല്ലാവരും സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സ്ഥലം. എന്തൊക്കെ സാധനങ്ങളാണോ? പ്രദുവിന് എന്താ വേണ്ടേ? കുൽഫി. കുൽഫി ഇപ്പോൾ വരും. മേടിക്കാൻ നിന്ന് ഇങ്ങനെ നോക്കുമ്പോഴാണ് എന്താ ഒരു സംഭവം കണ്ടത്. ചുരുമുറി മൈസൂരു ചുരുമുറി കോർണർ. അപ്പോൾ അമ്മമ്മേനെ മെല്ലെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് സാധനം എന്നൊന്നും ഒരു ഐഡിയ ഇല്ല കേട്ടോ. അമ്മമ്മ എടുത്തും കൊണ്ട് വരും. ആ അത് എന്തൊക്കെയോ മിക്സ് ചെയ്തിട്ട് അതിൽ ലെമണും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് തരും. കുൽഫി കമ്മിങ്, കുൽഫി കമ്മിങ്. അമ്മാച്ച വരുന്നൊക്കെ അതാണ് ചുറുമുറി. അതിന് ടോക്കണൊക്കെ എടുക്കണം. അത്ര കാരണം കൊണ്ട് നമ്മൾ ഉപേക്ഷിച്ച്. നിക്ക് നിക്ക് നിക്ക്. ഞാൻ എങ്ങനെ പിടിക്കും? എന്താ ഇവിടെ ആൾക്കാരും കടേ എൻ്റെ കഴിക്കൽ കഴിഞ്ഞു. ഇത് കഴിച്ച് തീർത്തിട്ടേ ഇവിടുന്ന് പോകാൻ പാടുള്ളൂ. ഞാൻ കഴിച്ചു. ദൈവമേ, തളർന്ന അവശരായില്ലേ?
രാവിലെ തുടങ്ങിയതാണ് നടക്കേണ്ട എന്ത് സുഖമാണ്. 2-3 നമ്മൾ അതിലധികം നടന്നു. ഈശ്വരോ, അമ്മാച്ചനും അമ്മമ്മയും പാമ്പുകളെ കണ്ട് തളർന്നു വരട്ടെ. നമുക്കത് വേണ്ട. വരുന്നുണ്ട് ഇടക്കുരുവികൾ. പാമ്പിനെ കണ്ടില്ലേ? മൈസൂരാണെങ്കിലും അതെ ചക്കയ്ക്കൊരു കുറവില്ല മനസ്സിലായി. എൻ്റെ അമ്പു ജാക്ക് ഫ്രൂട്ട് അവിടെ ഒന്നുമില്ല. പോരൂ ഇനി ഒന്നുമില്ല. കണ്ടുണ്ട് എത്ര വേണോ. അതിന്റെ വലിപ്പം നോക്ക്. അതിന്റെ പുറത്ത് മറ്റൊന്നാണേ. ആർക്കടോ കളിക്ക ഒക്കെ 2 കയറിക്കൊണ്ടിരിക്കണേ. പുറത്ത് നമ്മുടെ മേല് മുഴുവൻ സ്റ്റാറാണ്. അതാണ് നക്ഷത്രയാമ. ഇതേ കിടക്കണു ചെറുത്. ഇത് കണ്ടാലാണ് ശരിക്കും മനസ്സിലാവുക. അതിൻ്റെ മേല് ശരിക്കുണ്ട്. നമ്മൾ നടന്ന് അവസാനം എക്സിറ്റിലേക്ക് എത്തി. വാ, ജിറാഫിൻ്റെ അടുത്തെത്തി. സമാധാനം. എന്നെ 3 കിലോമീറ്റർ നടന്നു. എൻ്റെ പൊന്നു. ഹായ്, എന്താ വലിപ്പം. നല്ല രസല്ലേ. ശരിക്കും പറഞ്ഞാൽ നടന്ന് തളർന്നു കേട്ടോ. ഇത് 3 കിലോമീറ്റർ നടന്ന് കാണാനുണ്ട്. ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് ആ സൂവിൻ്റെ ഉള്ളിൽ. ഒരുവിധം എല്ലാ അനിമൽസും ഉണ്ട് അവിടെ. അപ്പോൾ നമ്മൾക്ക് ഒരിടത്തെ പകുതിയാണെങ്കിൽ എനിക്കിപ്പോൾ കാണിക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മളുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അടുത്ത് പോകുന്നത് മൈസൂരിലെ ഫേമസ് വൃന്ദാവൻ ഗാർഡനിലേക്കാണ്. അപ്പോൾ അതിലത്തെ കാഴ്ചകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അതുവരയ്ക്കും ബൈ.